ഉപയോഗിക്കാവുന്ന അടുത്ത കീ കോമ്പിനേഷനാണ് കമാൻഡ് കീ ആണ് കൺട്രോൾ O. കൺട്രോൾ അമർത്തി പിടിച്ചുകൊണ്ട് O പ്രസ് ചെയ്താൽ ഓപ്പൺ എന്ന കമാൻഡാണ് നമുക്ക് ലഭിക്കുന്നത്. ഓപ്പൺ തീർച്ചയായിട്ടും നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ചിത്രങ്ങളെ തുറക്കാനും ഫയലുകളെ തുറക്കാനുമാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണുന്നതും ഒരു ഡയലോഗ് ബോക്സ് ആണ്. ഒരു ഡയലോഗ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു വിൻഡോ ഭാഗമാണ് ഡയലോഗ് ബോക്സ്. ഒരു ഡയലോഗ് ബോക്സിൽ എപ്പോഴും ഒരു എന്താ പറയുക, ഒരു എസ് കീയും ഒരു നോ കീയും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഓപ്പൺ കീയും ഒരു ക്യാൻസൽ കീയും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നതും അതേപോലെ തന്നെയാണ്. ഇവിടെ നമ്മുടെ ഫയൽ ലൊക്കേഷൻ നിൽക്കുന്ന ഇവിടുത്തെ ഇതിനെ പരിചയപ്പെടാം. ഈ ഭാഗത്ത് നമുക്ക് ലുക്കിൻ എന്നുള്ള ഭാഗം. ഓക്കെ, ഇതിലേക്ക് എത്താനായിട്ട് ഓരോ കൺട്രോളുകളും ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ കൺട്രോളിനെയും ടാബിലൂടെ അങ്ങോട്ട് എത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ്, ഓൾ ഫോർമാറ്റിലാണ് നിൽക്കുന്നത്. ഇത് മനസ്സിലാക്കാനായിട്ട് ആ കൺട്രോളിൻ്റെ ചുറ്റും ഒരു ഡോട്ടഡ് ലൈൻ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ആ ഡയലോഗ് ബോക്സിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അവിടെയാണെന്നർത്ഥം, ഓൾ ഫോർമാറ്റിൽ എന്നാണെന്നർത്ഥം. ഇനി അടുത്ത കൺട്രോളിലേക്ക് ഇങ്ങനെ പോകാനായിട്ട് സാധിക്കും. കണ്ടോ, ഇപ്പോൾ ക്യാൻസലിലാണ് ഇരിക്കുന്നത്. അടുത്ത കൺട്രോൾ കണ്ടോ, ഇപ്പോൾ ഇമേജ് സീക്വൻസിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഓരോ കൺട്രോളിലെയും ടാബ് അമർത്തി പോകാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു രീതി എന്ന് വെച്ചാൽ ഈ ഓരോ കൺട്രോളുകൾക്കും മിക്കവാറും ഇതിനെ നമ്മൾ സെലക്ട് പ്ലേസ് അല്ലെങ്കിൽ പ്ലേസ് ബാർ എന്നതാണ് പറയുക. ഇതിൽ അങ്ങനെ ഉണ്ടായിരിക്കില്ല. അവിടെ നോക്കുക, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഈ ലുക്കിൻ എന്ന് പറഞ്ഞ ഭാഗത്ത് പേരിൻ്റെ ഒരു അക്ഷരം അണ്ടർലൈൻഡ് ആയിരിക്കുന്നത് കാണാം. ഇത് എല്ലാ മെനു ഐറ്റത്തിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് നമ്മൾ വഴിയെ പറയുന്നുണ്ട്. ഈ ലുക്കിൻ എന്നുള്ളതിൻ്റെ എന്താ പറയുക, ഐ എന്ന അക്ഷരമാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അത് വളരെ സൂക്ഷിച്ചാലാണ് കാണുള്ളൂ. ഇനി ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫയൽ നെയിമിൽ എന്നിലാണ്, അതുപോലെ തന്നെ ഫയൽ ടൈപ്സിൽ ടിയിലാണ്. ഇവിടെ ഇമേജ് സീക്വൻസിന് അങ്ങനെ ഒരു അണ്ടർലൈൻഡ് ലെറ്റർ ഇല്ല. മിക്കവാറും അങ്ങനെ അതിനും നമുക്ക് മിക്കവാറും കാണാവുന്നതാണ്. ഇനി ഈ കൺട്രോളുകളിലേക്ക് പോകാനായിട്ട് ആ പ്രത്യേക അക്ഷരം നോക്കിക്കഴിഞ്ഞാൽ ആ അക്ഷരം കീബോർഡിൽ ആൾട്ട് കീ അമർത്തി പിടിച്ചുകൊണ്ട് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ലുക്കിനിലേക്ക് പെട്ടെന്ന് പോകാനായിട്ട് ആൾട്ട് ഐ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലുക്കിനിലേക്ക് പോയി. കണ്ടോ, ഇനി നമുക്ക് ഫയൽ നെയിമിലേക്ക്, അതായത് ഇവിടേക്ക് പെട്ടെന്ന് വരാനായിട്ട് ആൾട്ട് എൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തി. കണ്ടോ, ഇവിടെ ഐ ഫോക്കസ് എന്നുള്ളത് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ടാബ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാവുന്നതാണ്. കണ്ടോ, ഇപ്പോൾ നിൽക്കുന്നത് ഇമേജ് സീക്വൻസിലാണ് ഇതിൻ്റെ ഫോക്കസ് നിൽക്കുന്നത്. ഇമേജ് സീക്വൻസ് ഒരു യെസ് ഓർ നോ എന്താ പറയുക, ചെക്ക് ബോക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ചെക്ക് ബോക്സ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും കീബോർഡിൽ സ്പേസ് ബാർ അമർത്തിയാൽ മതി. ഞാൻ ഇവിടെ സ്പേസ് ബാർ അമർത്താം. അപ്പോൾ അവിടെ ചെക്ക് ബോക്സ് ഓണായി. ഒരിക്കൽ കൂടി അമർത്തി കഴിഞ്ഞാൽ ചെക്ക് ബോക്സ് ഓഫ് ആയിരിക്കുന്നത് കാണാം.